IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നിങ്ങൾ തമ്മിലോ ഇവര് രണ്ടുപേരും ആണ് ഈ സിനിമയ്ക്ക് തുടക്കം എന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ടല്ലോ, അത് ഏത് റൂട്ടിലേക്കാണ്? ഇവര് തന്നെ വേണം എനിക്ക് ഒന്ന് മെയിൻലി എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഈ സിനിമയിലെ കാസ്റ്റും ക്രൂവും എക്സ്പേർട്സ് ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. ഓരോ കഥാപാത്രമായാലും ഓരോ ടെക്നിക്കൽ സൈഡായാലും എക്സ്പേർട്സ് തന്നെ വേണം എന്നെനിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്യുന്നതും. വിത്ത് ഗോഡ്സ് ഗ്രേസ് ദേ സെഡ് യെസ്. അങ്ങനെയാണ് ഇത് സിനിമ ബിൽഡ് ചെയ്ത് വരുന്നത്. ഈ സിനിമ വളരെ ലേയേർഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ന്യൂവാൻസസിന് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ പ്രോപ്പർട്ടി, ആർട്ട് പ്രോപ്പർട്ടിക്ക് വരെ when you watch the second time you would realize that there is lot more to it than just the visual. അത് ഒരു പക്ഷേ സെക്കൻഡ് വാച്ചിൽ തേർഡ് വാച്ചിലൊക്കെ ആയിരിക്കും അത് മനസ്സിലാവും. പക്ഷെ അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആവശ്യമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സ് വേണമായിരുന്നു. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദെം ദാറ്റ് ദേ അഗ്രീ ടു ഡു ഇറ്റ്. രണ്ടുപേരുടെ കഥ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല എന്ന് എന്നോട് പറയുന്നുണ്ടോ? അതെ അതെ, സത്യമാണല്ലോ അല്ലേ? അതെ. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറ്റില്ലെന്ന് ആർക്കും പറയാൻ പറ്റും അല്ലേ? അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മുഖത്ത് നോക്കി പറയും വേണ്ട, തമാശ രീതിക്ക് ഉൾക്കൊള്ളു. പക്ഷെ സംഭവം ശരിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ആണല്ലോ, നിങ്ങൾ തമ്മിലുള്ള കോംബോ അത് സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും. നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ലൊക്കേഷൻ? ഇപ്പം നേരത്തെ ആ ഒരു വീട്ടിനുള്ളിൽ പെട്ടെന്ന് ഇരുന്നെല്ലാം പലതും സംഭവിക്കാന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ അവിടെ രസകരമായ മുഹൂർത്തങ്ങൾ കുറച്ചുണ്ടാവുമല്ലോ. അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ ഷെർഫിന്റെ അടുത്ത് പറഞ്ഞ ആസിഫിന്റെ ഒരു രസകരമായ മുഹൂർത്തം എന്തായിരിക്കും? കൃത്യമാണല്ലോ എന്റെ ചോദ്യം. ആസിഫിന്റെ രസകരമായ മുഹൂർത്തം ഷെർഫിന്റെ. ഞാൻ അറിഞ്ഞത് ടുണീഷ്യ എയർപോർട്ടില് ആസിഫ് ഒരു 6 മണിക്കൂർ ഇരുന്നു എന്ന് കേട്ടിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് ഇവിടുന്ന് കയറിയത്. അപ്പൊ എനിക്ക് അത്രയും ടൈം എടുത്തില്ല. കാരണം ഒരു ബാച്ച് പോയത് കാരണം കൊണ്ട് അവർക്കൊരു ഐഡിയ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്പേസിൽ നമ്മള് ഇതാദ്യം മൊറോക്കോ എന്നൊക്കെ പറഞ്ഞ് അയ്യേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതൊക്കെ ടുണീഷ്യയിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾക്ക് ഒരു ഇച്ചിരി മാറ്റം സംഭവിച്ചു. രാജ്യം ജസ്റ്റ് ഒന്ന് മാറിയുള്ളൂ. പക്ഷെ പരിപാടിയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചായിരുന്നു. അപ്പോ അതിന്റെ ഒരു വേറെ എന്താ പറയാ, നമുക്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫുഡ് ഒരു കുറച്ച് ദിവസം പോകുമ്പോൾ നമുക്ക് പിന്നെ അമലാപ്പോളിന്റെ കൂടെ കുക്കുണ്ട്, അതൊക്കെ വെച്ച് നമ്മള് എന്താ പറയാ മസാല ദോശ രണ്ടര കൂട്ടി അടിക്കാൻ പറയും എന്നുള്ള സീനിലൊക്കെയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെയാണ് ആ പരിപാടി പോയിക്കൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും, എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരൊറ്റ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു ഹൈവേ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് നമ്മളൊരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ലൊക്കേഷനിലേക്ക് എത്താൻ. അപ്പൊ ഈ മൊത്തം ട്രാവൽ ഒരു 1 മണിക്കൂർ താഴെ വരും. രാവിലെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്ത് ഷൂട്ട് തുടങ്ങാൻ ചിലപ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നെ ഈ ഗെറ്റപ്പിലേക്ക് എന്നെ മൊത്തം മാറ്റി എടുക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ സമയം വേണം. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് റെഡിയായി ഒരു 8:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങി നമ്മളൊരു 10 മണിക്ക് റോൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായി മേക്കപ്പിനെ വിളിച്ച് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ ഡെയിലി റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഈ രൂപത്തിൽ ഒരാള് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ലൊക്കേഷനിൽ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിക്കളയാൻ എളുപ്പമാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ആ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ മാറ്റി ഫ്രഷായി എൻ്റെ ഡ്രസ്സിട്ട് മുടിയൊക്കെ ചെയ്യി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് തിരിച്ചു ഹോട്ടലിലേക്ക് വന്നെ. ഈ 2 പേരെയും ഇവർക്ക് അറിയാൻ പാടില്ല. രാവിലെ ഇറങ്ങി പോണ ആള് വൈകുന്നേരം വന്നില്ല, വൈകുന്നേരം വന്ന ആള് രാവിലെ ഇറങ്ങി പോകുന്നില്ല. ശരിക്കും ഈ ഒരു കൺഫ്യൂഷൻ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു. അവര് നോക്കുമ്പോ ഈ കാര്യം അവിടെ വരുന്നത് ഈ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് മാത്രം, അല്ലാണ്ട് ഈ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ സ്ഥലത്ത് ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. അപ്പൊ ഈ സ്റ്റാർ വാർസ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണാനും ഈ മരുഭൂമി കൂടെ യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഒരു ലെവലിന്റെ മേളിലേക്കുള്ള ആളുകളാണ് ആ ഹോട്ടലിൽ വരുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ കൂടെ ഒരു കീറിയ പാന്റും ഒരു ഷർട്ടും ഇട്ട് ഈ ലുക്കിൽ ഒരാള് വളരെ കോൺഫിഡൻസിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഇയാള് വൈകുന്നേരം തിരിച്ചു വരുന്നില്ല. പക്ഷെ ഇയാൾ എപ്പോഴാണ് ഈ റൂമിൽ കയറുന്നതെന്ന് ഇവർക്ക് അറിയില്ല. രാവിലെ ഇയാളെ എല്ലാം ഇത് രണ്ട് ആളുകളാണെന്നാണ് ആൾക്കാർ ഓർത്തുകൊണ്ടിരുന്നത് അവിടെ. ആ ഐഡന്റിറ്റി ഭയങ്കര രസകരം. ഞാൻ വണ്ടിയിൽ ചെന്ന് അപ്പം നമ്മള് സ്വാഭാവികമായിട്ടും
3 പേര് ഉള്ളൊരു സിനിമ, 3 പേർക്കും ആദ്യം ഈ പ്രൊഡക്ഷൻ, അപ്പൊ അവര് ചെയ്തിരുന്നത് അതിന് മുന്നേ ഇതാണ് റാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്നൊരു സൗകര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും 3 കാറുകളുണ്ട് പോവാനായിട്ട്. അപ്പൊ രാവിലെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗെറ്റപ്പിൽ കാറിൽ കയറിയിരിക്കുന്നു, സീറ്റ് ബെൽറ്റ് എടുത്ത് ഇടുമ്പോ ഡ്രൈവർ എന്നെ ഇങ്ങനെ നോക്കും, നീ ഏതാണെന്നുള്ള രീതിയിൽ. കാര്യം ഇയാളെ എന്നെ എന്തിനാ കൊണ്ടുപോകണമെന്നുള്ളതിനാണ്. ഏതോ മറ്റേ പണിക്കാരനോ ആരോ കയറി. പിന്നെ ഈ ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ നിർത്താൻ പറഞ്ഞാലും പുള്ളി ഇല്ല, എവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതിലായിരുന്നു. പിന്നെയാണ് ഇയാൾക്ക് മനസ്സിലായത് ഇതിലെ ഒരു ഹീറോ ആണെന്നുള്ളതും ഒക്കെ. ഭയങ്കര ആ ലുക്ക് ഭയങ്കരമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ട്. 6 മണിക്കൂർ എയർപോർട്ടിൽ ഇരുന്ന കഥ എങ്ങനെയായിരുന്നു? 6 മണിക്കൂർ എയർപോർട്ടിൽ ഇരുന്നത് ഇത് തന്നെയാണ്. ട്യൂണീഷ്യയിലേക്ക് അങ്ങനെ ആളുകൾ വരേണ്ട ആവശ്യമൊന്നും ഇത് എനിക്ക് തോന്നുന്നു ഈ ഇത്ര ഒരു സംഭവം നമ്മുടെ ബ്ലസ്സി സാറിനുണ്ടായ ഒരു കഥ എന്നോട് അത് പറഞ്ഞു. നമ്മൾ പക്ഷെ കിട്ടാതെ ഒന്നും കിട്ടാതെ ഇരുന്ന സംഭവം ദയനീയമായിരുന്നു. നമ്മൾ ആദ്യം പോയി എല്ലാവരും നിൽക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, പിന്നെ പയ്യെ എന്നാ കുറച്ചേരം ഇരിക്കാം എന്ന് നിലത്തിരിക്കുന്നു, പിന്നെ ബാഗ് വെച്ചിട്ട് നിലത്ത് കിടക്കുന്നു, ഉറങ്ങുന്നു. ഒരു മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ക്യാമ്പ് പരിപാടി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അടിച്ച വിസ കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കൂടി അവിടെ നിന്നു. അപ്പം ഇതുപോലെ തന്നെ ഇമിഗ്രേഷനിൽ അവര് എടുത്തിട്ട് നോക്കിയിട്ട് പ്രണവന്റെ അടുത്ത് പറഞ്ഞു, കണ്ടോളൂ കുഴപ്പമൊന്നുമില്ല, അവര് കയറി പോവാണല്ലോ ഉള്ളത്. പ്രശ്നമായി. ഞാൻ മറ്റേ ടുണീഷ്യൻ ജയിലൊക്കെ ആട് ജീവിതം. അതെ, ആട് ജീവിതം. അപ്പോഴേ അവര് ഇത്ര ചെറിയൊരു ദീർഘംസം പെനാൽറ്റി മേടിച്ചിട്ട് അവര് തിരിച്ചു നമ്മളൊന്ന് പരിങ്ങി. പിന്നെ എന്താന്ന് പറയല്ലോ, എല്ലാരും പോവുകയാണ്. ഒരു ഐഡിയ ഇല്ലാത്ത രാജ്യമല്ലേ ഇതിന്റെ കളിക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് മാത്രം അറിയാവുന്ന പേരാണ് വേൾഡ് കപ്പില് കളിക്കാൻ വന്നിട്ടുണ്ട്. കാര്യം ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർ, എയർപോർട്ടിൽ നിന്ന് ഈ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയ ഡ്രൈവർ, ഇയാളെ 3-ാമത്തെ ദിവസമാണ് എന്നോട് പറഞ്ഞത് ഇയാളൊരു പോലീസ് ഓഫീസറാണ് അവിടുത്തെ. പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ വരുന്നതാണ് ലാഭം. അതുകൊണ്ട് പുള്ളി 1 മാസത്തെ ലീവ് എടുത്ത് ഡ്രൈവറായിട്ട് വന്നേക്കുന്നതാണ് അല്ലെ. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഞാനിപ്പം ടീച്ചറിന്റെ കണ്ട ഒരു റെയിൽവേ ക്രോസ് തലവെച്ച് കേൾക്കുന്ന ഒരു സംഭവം. ഈ ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത്, നമുക്ക് പല സ്ഥലങ്ങളിലും ഒരു അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഇത് എവിടെയെങ്കിലും നടന്ന ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നു? നടന്നൊരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഇത് പ്യോർലി ഫിക്ഷണൽ ആണ്. ഈ ഇമാജിനറി വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ക്യാരക്ടേഴ്സ് എല്ലാം ഇമാജിനറി ആണ്. അതായത് യഥാർത്ഥ സംഭവങ്ങളോ ആൾക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതെൻ്റെ മനസ്സിൽ വന്ന ഒരു കഥ, അത് ഡെവലപ്പ് ചെയ്ത് സിനിമയിലെ സ്ക്രിപ്റ്റാക്കി മാറ്റിയ. എത്ര നാളത്തെ കാത്തിരിപ്പാണ്? ഞാൻ ഫസ്റ്റ് പടം ഞാൻ 9ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ ഒഫീഷ്യലായിട്ട്. എൻ്റെ ഫാദർ സീരിയലൊക്കെ ഡയറക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഒരു സിനിമ എപ്പോഴെങ്കിലും ഉണ്ടാക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹത്തിലാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ കുറേ നാൾ വർക്ക് ചെയ്ത് പിന്നെ ബോംബെയിൽ പോയി. ബോംബെയിൽ പോകുന്നത് തന്നെ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ അത്ര വേഗമൊന്നും ആയിരിക്കില്ലല്ലോ ജോലി കിട്ടാൻ. വർക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ പട്ടിണിയും എന്തോ ബസ് കയറണോ നടന്നു പോകണോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐ വാസ് നെവർ സാഡ്, ഐ വാസ് നെവർ ഡൾ, ഐ വാസ് നെവർ ബിക്കോസ് എൻ്റെ മനസ്സിൽ എപ്പോഴേലും ഇതൊക്കെ ഒന്ന് ശരിയാവും, അപ്പോൾ ഈ കഥകളൊക്കെ എനിക്ക് പറയാമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ പോകുന്നത്. ആ കോൺഫിഡൻസോടെ എന്നിലുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷേ ആ സ്വപ്നത്തിൽ നമ്മുടെ ഡ്രീമിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ, ഈ ഡ്രീം നടക്കും. സോ യു ഡോണ്ട് കോൾ ഇറ്റ് എ ഡ്രീം എനിമോ, യു കോൾ ഇറ്റ് എ പ്ലാൻ. ആ പ്ലാൻ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അപ്പോൾ 2009-10 കാലഘട്ടമാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺസ് ഒന്നുമില്ല. അപ്പോൾ ഈ സൈബർ കഫേയിൽ പോയിട്ട് ഇമെയിൽ ചെയ്യും. ഒരു 10 വരെ ഇമെയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനമായി, ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിളിക്കും. പക്ഷെ ആരും വിളിക്കാറില്ല. പിന്നെ അഡ്രസ്സൊക്കെ എഴുതിയെടുക്കും. എടുത്തിട്ട് ഒരു ഏരിയ, ഇപ്പോൾ ഖാർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ബസ്സിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ഹൗസസിലും പോയിട്ട് CV കൊടുക്കലായിരുന്നു പണി. പക്ഷേ ഈ CVs ഒന്നും എവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. സോ ഒരു പ്രാവശ്യം ബിദു വിനോദ് ചോപ്രയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവിടെ എത്തണമല്ലോ, സാറിൻ്റെ കയ്യിൽ എത്തണമല്ലോ. സോ ഞാനൊരു എൻവലപ്പിൽ ഒരു 100 രൂപയുടെ ഒരു നോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കുറേ പേപ്പറൊക്കെ വെച്ച് ഒരു ലെറ്റർ എഴുതി CV ഒക്കെ വെച്ചിട്ട് ഞാൻ പോയി
അപ്പോൾ അകത്തോട്ട് കയറില്ല ബൗൺസേഴ്സ് ഒക്കെ നിൽപ്പുണ്ട്. അവർ വിധു അങ്കിൾ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഇല്ല, റിസപ്ഷനിൽ ചോദിക്കുന്നവരുടെ അകത്തോട്ട് കയറ്റി. പിന്നെ വിധു അങ്കിളിന് ഡാഡി കുറച്ച് ക്യാഷ് അയച്ചതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവർ ക്യാഷ് അല്ല സാറിൻ്റെ അടുത്ത് അല്ല പറഞ്ഞിട്ട് അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെടുത്ത് പോകുമ്പോൾ പുറമേ നിന്ന് ഇങ്ങനെ കാശ്, അപ്പോൾ 100 രൂപ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വലിയൊരു എമൗണ്ടാണ്, പക്ഷേ ഇത് അവിടെ എത്തുമല്ലോ കാശാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അവരെ മേടിച്ചൊക്കെ വെച്ചു, പക്ഷെ എനിക്ക് കോളും വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷെ ആ 100 രൂപ പോയതിൻ്റെ ഒരു മാസത്തോളം എനിക്ക് വിഷമമായിരുന്നു. വേണ്ടായിരുന്നു 100 രൂപ പോയല്ലോ. അതെ, പക്ഷെ ചിലപ്പോൾ വർക്കൗട്ട് ആവാറുണ്ട്. ഈ ഐഡിയ അല്ല. പിന്നെ ഒരു ദിവസം ത്രില്ലർ അപ്പോഴാ ചെയ്യാൻ പോണേ അല്ലേ? നല്ല ഐഡിയ. വേറെ ജിത്തോട്ട് പൊക്കിയതൊക്കെ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.